സങ്കീർത്തനങ്ങളുടെ പുസ്തകങ്ങളിൽ പല ഭാഗത്തും പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ പാപം കടിച്ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും, രക്താൻബരം പോലെ ചുവന്നിരുന്നാലും പഞ്ഞു പോലെ ആക്കി തീർക്കുമെന്നൊക്കെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പക്ഷെ ഇവിടെ അതിനേക്കാളും വ്യത്യസ്തമായ തലങ്ങളിലാണ് ഇവിടെ നമ്മൾ വായിച്ചത്. സ്തോത്രം. 43-ാമത്തെ വാക്യം വളരെ വ്യക്തമായിട്ട് ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്: അവൻ ശത്രുവിൻ്റെ വശത്ത് നിന്ന് അവരെ വിടുവിച്ച ദിവസം അവർ ഓർത്തില്ല. സ്തോത്രം. പലപ്പോഴും അങ്ങനെയാ, ചിലതൊക്കെ ദൈവം ജീവിതത്തിൽ ചെയ്തതൊന്നും ഓർക്കത്തില്ല. സ്തോത്രം. ആമേൻ. ഒത്തിരി നന്മകൾ ദൈവം ജനത്തിന് വേണ്ടി ദൂതനെ ഇറക്കി ചെയ്തു. സ്തോത്രം. അതിന്നും അങ്ങനെ തന്നെയാണ്. ദൈവം കാലാകാലങ്ങളിലും ദൂതന്മാരെ ഇറക്കി ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്നു. സ്തോത്രം. നമുക്ക് കാണാൻ കഴിയും ദൂതന്മാരെ നമ്മുടെ നടുവിൽ ഒരു ഗണത്തെ തന്നെ നിർത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവം അത്ഭുതങ്ങൾ മാത്രം ചെയ്യുന്ന ദൈവമല്ല, ജീവനെ വരെ സൂക്ഷിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ആമേൻ. പലപ്പോഴും നമ്മളത് ചിന്തിക്കാതെ പോകുന്നു. ഇവിടെ നോക്കിയേ, ദൈവം അവരെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. അനേക സാഹചര്യങ്ങളിൽ കൂടെ ആമേൻ തൻ്റെ ജനത്തെ ദൈവം നയിച്ചു കൊണ്ടുവരുമ്പോൾ അതേ ദൈവം തന്നെയാണ് ദൂതനെ ഇറക്കി അവരെ ശിക്ഷ വിധിക്കുന്നതും. ശ്രദ്ധിക്കണമേ, 43-ാമത്തെ വാക്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. ഒന്ന്, ദൈവം അവർ വിടുതലൊന്നും അവർ ഓർക്കുന്നില്ല. സ്തോത്രം. അവർ പിന്നെയും മുൻപിലോട്ട് കടന്നു പോകുകയാണ്. സ്തോത്രം. മുമ്പിലോട്ട് അവരെ കാലഗതികളെ മുമ്പിലോട്ട് വെച്ച് അവർ കടന്നു പോകുമ്പോഴും അതിൻ്റെ 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, മരുഭൂമിയിൽ അവൻ എത്ര പ്രാവശ്യം അവരോട് മത്സരിച്ചെന്നറിയാമോ? സ്തോത്രം. ഹല്ലേലൂയ. നോക്കിയേ, മരുഭൂമി പ്രാവശ്യം അവനോട് മത്സരിച്ചു. ആരോടാ? ദൈവത്തോട്. സ്തോത്രം. ദൈവത്തോട് മത്സരിച്ചിട്ടും ദൈവം അവരെ വിടുവിച്ചു. സ്തോത്രം. ദൈവത്തോട് അവർ എതിർത്ത് നിന്നിട്ടും ദൈവം അവരെ വിടുവിച്ചു. അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം ആമേൻ നമ്മൾ ദൈവത്തോട് മത്സരിച്ചിട്ടുണ്ടല്ലേ. ആമേൻ. നമുക്കറിയാം, യെഹെസ്കേൽ പ്രവാചന പുസ്തകം വായിക്കുമ്പോൾ യെശയ്യാവ്, യിരെമ്യാവ് വിലാപങ്ങൾ കഴിഞ്ഞ് യെഹെസ്കേലിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അവർ മത്സരഗ്രഹമല്ലോ എന്ന് നമ്മളവിടെ വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം: നമുക്ക് ദൈവം ചെയ്യുന്ന ഓരോ വിടുതലുകളും നമ്മൾ പലപ്പോഴും മറന്നു പോയാലും മറന്നു പോകാത്ത ഒരു ദൈവമുണ്ട്. സ്തോത്രം. പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഞാനടക്കം മറന്നു പോകാറുണ്ട്. പക്ഷേ മറക്കാതെ അവൻ്റെ പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ എന്ത് ചെയ്തില്ല എന്ന് പറഞ്ഞാലും എല്ലാം നമുക്ക് വേണ്ടി ചെയ്തെടുക്കുന്ന ദൂതന്മാരെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ കർത്തൃവേലയിൽ നിൽക്കുന്ന അഭിഷിക്തന്മാരുടെ കൂടെയും അഭിഷിക്തന്മാരുടെ കൂടെയും അവർക്ക് ദൈവം ദാനമായി നൽകിയ തലമുറകളുടെ കൂടെയും ദൈവം അവരെ പരിപാലിക്കുവാൻ, അവരെ വിടുവിക്കുവാൻ ദൂതന്മാരെ ദൈവം അയച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഓരോ ദിവസം തോറും നമ്മെ നയിക്കുന്നത് ദൂതന്മാരാണ്. സ്തോത്രം. അത് ഒന്നോ രണ്ടോ പേരല്ല, വലിയൊരു ഗണം തന്നെ നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും നമ്മളത് അനുഭവിക്കാറുണ്ട്, അല്ലേ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. പിതാവ് പുത്രനെ സഹായിപ്പാനായി ദൂതന്മാരെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ ആദ്യ സമയങ്ങളിൽ പഠിച്ചത്. ആമേൻ. എന്തിനു വേണ്ടി സൃഷ്ടിച്ചത്? യേശു കർത്താവിനെ സൂക്ഷിക്കാൻ. കർത്താവ് വീണുപോയപ്പോൾ താങ്ങി നിർത്തി. സ്തോത്രം. എവിടെ? 40 ദിവസം വനാന്തരങ്ങളിൽ ഉപവസിച്ചപ്പോൾ അവിടെ സാത്താൻ ഇറങ്ങി വന്നു. പക്ഷെ ദൂതന്മാർ വീണു പോയി എന്ന് കണ്ടപ്പോൾ താങ്ങി നിർത്തി, തന്നെ താങ്ങിയെടുത്തു. സ്തോത്രം. ആമേൻ. ദൈവപൈതലെ, വീണെടുത്തിട്ട് ചവിട്ടുന്നതല്ല ദൈവത്തിൻ്റെ ദൂതന്മാർ, വീണെടുത്ത് നിന്നെ എണീപ്പിച്ച് നിർത്താനാണ് ദൈവത്തിന് രാത്രി പദ്ധതി. സ്തോത്രം. ആരെല്ലാം നമ്മെ ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും അതിനകത്ത് നിന്ന് നമ്മെ ഉയർത്തി ആമേൻ കർത്താവിൻ്റെ മഹത്വത്തോട് നമ്മെ അടുപ്പിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക. നമ്മൾ മറന്നു പോയാലും ഒന്നും മറക്കാതെ എണ്ണി അവൻ ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ ഇന്ന് രാത്രി സംശയമില്ല. കാരണം ഇവിടെ നമ്മൾ വായിച്ച് നോക്കിയേ 41-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? അവർ പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നെയും
അപ്പൊ ഇതെല്ലാം കാണുന്നതായിരുന്നു അറിയാം. ഈ ജനത്തിന്റെ കൂടെ നടക്കാൻ ഒരു ഗണത്തെ ദൈവം അങ്ങ് ഏർപ്പെടുത്തി. സ്തോത്രം. ആമേൻ. ചെറിയ കൂട്ടമൊന്നുമല്ല, വലിയ കൂട്ടം ദൂതന്മാരെ, ഒരു ഗണത്തെ ഈ ജനത്തിന്റെ, ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ കൂടെ ദൈവം അയച്ചു. പ്രൈസ് ദി ലോർഡ്. ഈ ആമേൻ സ്തോത്രം, ജനത്തിന് നടുവിൽ ദൈവം ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ സ്തോത്രം, ഇവിടെ ആസാബ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചു പറയുകയാണ്. ആമേൻ സ്തോത്രം, എന്നെ സഹായിക്കുന്നത് മാനുഷികമായ കരങ്ങളല്ല, അത് ദൈവത്തിന്റെ കരങ്ങളാണ്. സ്തോത്രം. ഇവിടെ അഭിഷേകത്തെ പാടിപ്പോൾ പറഞ്ഞില്ലേ, മാനുഷികമായ കരങ്ങളെല്ലാം താണു പോകുമ്പോൾ താണു പോകാത്തൊരു കരം സ്വർഗത്തിൽ നിറങ്ങി വരുമെന്ന് പറഞ്ഞില്ലേ, അത് ഈ കരമാ. തീർന്നു എന്ന് വിധി എഴുതുമ്പോൾ ആ വിധിയുടെ പുറപ്പെടുന്നതിന് മുമ്പ് താങ്ങി നിർത്തുന്ന രണ്ട് കരങ്ങൾ സ്വർഗത്തിൽ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. വെറുതെ അല്ല പാട്ടുകാരനൊന്നും ഈ പദങ്ങളൊന്നും എഴുതി പിടിപ്പിച്ചൊരു പാട്ടാക്കിയത്. മാനുഷികമായ ചില കരങ്ങൾ നമുക്കെതിരെ തകർന്നു പോകുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അവരെല്ലാം നമുക്കെതിരെ പദ്ധതികൾ ഒരുക്കുമ്പോൾ, ഇന്ന് രാത്രി ദൈവകുഞ്ഞെ ആ കരങ്ങളെല്ലാം പുറകിലോട്ട് വലിക്കുമ്പോൾ, ഒരിക്കലും പുറകിലോട്ട് വലിക്കാതെ ഒരു പുഷ് ചെയ്ത് നിർത്തുന്ന രണ്ട് കരങ്ങൾ ഇന്ന് രാത്രി നമ്മുടെ ചുറ്റുമുള്ള കാര്യം മറന്നു പോകരുത്. നമ്മെ തകർച്ച കാണുവാനും നമ്മെ മാറ്റി നിർത്തി കളിയാക്കുവാനും ഒരു കൂട്ടം പേർ നിൽക്കുമ്പോൾ, എന്നാൽ ദൈവത്തിന്റെ കരമുണ്ടല്ലോ, ഒരു ഗണം നിനക്ക് നേരെ നിന്നെ ഒന്ന് താങ്ങി നിർത്തുവാൻ, നിന്നെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ, ഒരു പുഷ് ചെയ്ത് നിർത്തുവാൻ എൻ്റെ കർത്താവിൻ്റെ ഒരു ഗണം ഈ ഭൂമിയിലേക്ക് തൻ്റെ വിശുദ്ധന്മാരെയും വിശുദ്ധമതികളെയും ചേർത്ത് പിടിക്കാൻ അയച്ചിട്ടുണ്ടെങ്കിൽ ഈ രാത്രി മറന്നു പോകരുത്. അത് നിന്നെ എന്നെയും പിടിപ്പാനത്രേ ഇന്ന് രാത്രി ഒരു ഗണത്തെ ദൈവം ഇറക്കിയിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അത് മറന്നു പോകരുത് കേട്ടോ. സ്തോത്രം. ഒരു ഗണത്തെ എൻ്റെ തമ്പുരാൻ ഇന്ന് രാത്രി ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് വ്യക്തമായി രാത്രിയിൽ മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ ആമേൻ സ്തോത്രം, കോപത്തിൻ്റെയും ക്രോധത്തിൻ്റെയും ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, കഷ്ടവും അയച്ച് അനർത്ഥദൂതന്മാരുടെ ഒരു ഗണത്തെ തന്നെ. അപ്പോൾ ഈ ദൂതന്മാരാരാ? അനർത്ഥദൂതന്മാരാണ്. സ്തോത്രം. ഇവരുടെ മേൽ സകല അധികാരങ്ങളും ഏൽപ്പിച്ചു. നമുക്കറിയാം, മീഖായേലിനെ അറിയാം, ഗബ്രിയേലിനെ അറിയാം. ഈ ദൂതനെ ആർക്കെങ്കിലും അറിയാമോ? അനർത്ഥദൂതൻ. ഇവനാണ് മരണത്തെ പ്രൈസ് ദി ലോർഡ് വിധിക്കുന്ന, അഥവാ മരണത്തിലേക്ക് ജനത്തെ കടത്തിവിടുന്ന അനർത്ഥദൂതനാണ്. അനർത്ഥം വിതയ്ക്കുന്നില്ലേ? അപകടങ്ങൾ ഒരുക്കുന്നില്ലേ? സ്തോത്രം. ആടുകൾ വഴിതെറ്റുമ്പോൾ അടിക്കാൻ ഒരു കോലുമായി ഇറങ്ങി വരുന്ന ദൂതന്മാരുണ്ടല്ലോ, അനർത്ഥദൂതന്മാർ. അതിലൊരു ദൂതഗണമാണ് ഇവിടെ 78-ാമത്തെ സങ്കീർത്തനത്തിൽ 49-ാമത്തെ വാക്യത്തിൽ ഇറങ്ങി നിൽക്കുന്നത്. അനർത്ഥദൂതനാണ്. സ്തോത്രം. ഈ ദൂതൻ മാറും. ഈ ദൂതനെ മാറ്റണമെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന അജണ്ടയ്ക്കകത്ത് തൻ്റെ ജനം നടക്കുമ്പോഴാണ് ഈ ദൂതനെ ദൈവം ഓട്ടോമാറ്റിക്കിൽ മാറ്റുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ദൂതനെ മാറ്റിയിട്ട് അടുത്ത് മീഖായേൽ ഇറങ്ങി വരണമെങ്കിൽ, എന്നാൽ നോക്കൂ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും തലവനാണ് മീഖായേൽ. എല്ലാ കാര്യങ്ങൾക്കും അധ്യക്ഷനായിരിക്കുന്ന ഒരു ദൂതനാണ് മീഖായേൽ. ഇതിൻ്റെ മെയിൻ ആളാണ്. സ്തോത്രം. അപ്പോൾ തന്നെ ശ്രദ്ധിക്കണം, അപകടം ഒരുക്കാനും പതിയിരിക്കാനും മുൻപിലോട്ട് ജനത്തെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ജനം തെറ്റിപ്പോകുന്നവരെ അടിക്കാനും തെറ്റിപ്പോകുന്നവരെ ഒന്ന് രൂപാന്തരപ്പെടുത്താനും അവരെ എതിൽ കൂടെ പിടിക്കണമെന്ന് സകല അധികാരവും പ്രാപിച്ച ഒരു ദൂതഗണത്തിന്റെ തലവനാണ് ഈ നിൽക്കുന്ന അനർത്ഥദൂതൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ ദൂതൻ പലതും വിതയ്ക്കും. ഇവൻ പല തലത്തിലും പോരാടി നിൽക്കും. ജനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വിടാതെ പല തലത്തിലേക്കും ജനത്തെ നേർവഴി നടത്താൻ നോക്കും. ഇല്ലാത്തതിനെ തട്ടിക്കളയും. ഇതാണ് ഈ ദൂതന്റെ പ്രത്യേകത. അതാണ് അവന്റെ പേരെന്തെന്നറിയാമോ? അനർത്ഥദൂതൻ. ആമേൻ. അനർത്ഥം വിതയ്ക്കുന്ന ദൂതൻ. ഇവൻ ആദ്യം ഭയപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അതാണ് വചനം പറയുന്നത്, പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്കെന്തില്ല, പേടിപ്പാനില്ല. ഇതാണ് സംഹാരക ദൂതൻ.
പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഹരിക്കാൻ വരുന്നവൻ. ആമേൻ. എന്താ ഇന്ന് ദേവദാസൻ ഇന്ന് സംഭവിച്ചല്ലോ, അത് എന്താ കാര്യം നമുക്കറിയത്തില്ല. ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. പക്ഷെ വചനം പറയുന്നത് അനർത്ഥദൂതനുണ്ട്. ഈ അനർത്ഥദൂതൻ ഒരു പ്രത്യേകതയുണ്ട്. അവൻ മാക്സിമം ക്ഷമിക്കത്തില്ല. എന്തിലേക്കും തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പോഴാണ് അവൻ്റെ ഓൺ ദ സ്പോട്ടിലാ അനർത്ഥദൂതൻ ഇറങ്ങി വരുന്നത്. അതാണ് സങ്കീർത്തന പ്രമാണി വീണ്ടും പറയുന്നത്. ആമേൻ, സ്തോത്രം. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ തന്നെ സേവിക്കുന്നവരെയും തൻ്റെ പത്യോപദേശത്തിൽ നിൽക്കുന്നവരെയും അവൻ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ കാര്യം ഈ അനർത്ഥ ദിവസമാണ്. ഈ ദിവസത്തിലാണ് കൂടാരത്തിലേക്ക് ജനം ഓടിക്കയറുന്നത്. സ്തോത്രം. ആമേൻ. നോക്കൂ, ഈ അനർത്ഥ ദിവസം ഭയങ്കരമായിട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭയങ്കരമാണ്. ആമേൻ. ഭയാനകരമാണ്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത ചില നിമിഷങ്ങൾ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ചില നിമിഷങ്ങൾ. ആമേൻ, സ്തോത്രം. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയും. നിങ്ങൾക്കറിയാമോ, നേപ്പാളൊക്കെ നിന്ന് കത്തുകയാണ്. സ്തോത്രം. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കത്തുന്നതിൽ കൂടെ തന്നെ നിറച്ച ഗ്യാസ് കുറ്റികളൊക്കെ എടുത്ത് എറിയുകയാണ്. സ്തോത്രം. വലിയ വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുകയാണ്. ആമേൻ. ഒത്തിരി ബിൽഡിങ്ങുകളെല്ലാം ആമേൻ തൽക്ഷണം നിലം പതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താ സംഭവിക്കുന്നത്? എന്തൊക്കെയാ രാജ്യങ്ങൾ നടക്കുന്നത്? ആമേ, എന്തൊക്കെയാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത്? ആമേ, നോക്കൂ. ആമേ, ചിലയിടത്തൊക്കെ ദൈവം വരുമെന്ന് പറഞ്ഞില്ലേ? 25 ആമേ, ഈ മാസം 25 കർത്താവ് വരുമെന്ന് പലരും പറഞ്ഞില്ലേ? വന്നില്ലേ? പലയിടത്തും വന്നില്ലേ? ഒന്നും ചാടിപ്പോകാതെ തീക്കകത്ത് ഇരയായിക്കൊണ്ടിരിക്കുന്നില്ലേ? മനുഷ്യൻ വെന്ത് കരിയുകയാണ്. മനുഷ്യൻ തീ ഗോളമായി തീരുന്നു. മനുഷ്യ ബോംബായി തീരുന്നു. എന്താ കാര്യമെന്നറിയാമോ? ആമേ, സ്തോത്രം. അനർത്ഥദൂതൻ പലയിടത്തും ഇറങ്ങിക്കഴിഞ്ഞിരിക്കുക. ദൈവവൈതലേ, ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കുക. ഈ ദൂതനൊരു പ്രത്യേകതയുണ്ട്. ഇവൻ ക്ഷമിക്കുന്നവനല്ല. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴും ഞാനും നിങ്ങളും ചോദിക്കണം, ദൈവമേ, ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ, ഇപ്പോഴേ അങ്ങ് വിളിക്കണമായിരുന്നോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ് ഇല്ല ദൈവമൈതലേ. ഹല്ലേലൂയ. നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ള ഒരു കാര്യവുമില്ല. കാരണം കാര്യങ്ങളെല്ലാം ചന്തമായി ചെയ്യുന്നത് ദൂതന്മാരങ്ങ് ഏൽപ്പിച്ചിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ആമേ, ഇവിടെ നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതിൻ്റെ MD കാണാൻ നമുക്ക് പെട്ടെന്ന് കഴിയത്തില്ല. എവിടെയെങ്കിലും പ്രത്യക്ഷമാകുന്നേ ഉള്ളൂ. അത് അങ്ങനെയെങ്കിൽ, ഈ ഭൂമിയിലെ ആമേ വ്യക്തികൾ അങ്ങനെയെങ്കിൽ, സ്വർഗത്തിലെ ദൈവമോ ആമേൻ എല്ലാം ഏൽപ്പിച്ചിട്ടുണ്ട് ചില വ്യക്തികളെ. സ്തോത്രം. ഇന്ന് രാത്രി ആമേ ഇയ്യോബിനെ കുത്താൻ സാത്താനെ ഏൽപ്പിച്ചെങ്കിൽ, ഈ രാത്രി ദൈവപൈതലേ ആമേ, സ്തോത്രം, ചിലതിനെയൊക്കെ ആമേ പ്രൈസ് ഞെക്കി പിഴിയാനുള്ള ദൂതന്മാരെ കൂടെ ഏൽപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഒന്നുപോലും നമ്മെ തൊടാത്ത കാര്യമെന്നറിയാമോ? ഹല്ലേലൂയ. നമ്മൾ ആ ധ്രുവത്തിൽ സഞ്ചരിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മെ ഒന്നും തൊടാൻ കഴിയാത്തത്. അപ്പോൾ ശ്രദ്ധിക്കൂ, എപ്പോഴും വേണമെങ്കിൽ അറ്റാക്ക് വരാം. അതിനായി ശത്രു ഇങ്ങനെ ആമേൻ വളരെ ശക്തിയോടെ വളരെ സ്പീഡപ്പായിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ നമ്മൾ 49 വാക്യം വായിച്ച് നിർത്തിയത് ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. ദൂതന്മാരുടെ ഒരു ഗണം തന്നെ. ഹല്ലേലൂയ. ആമേൻ. ഈ ദൂതനെ പറ്റി നമുക്ക് ഒത്തിരി കാര്യം ചിന്തിപ്പാനുണ്ട്. എങ്കിലും അവിടെ നിൽക്കട്ടെ. അടുത്തൊരു വേദാംശത്തിലേക്ക് വരാമോ? ഒരു വേദാംശത്തിൽ പുറപ്പാട് പുസ്തകം 12 അധ്യായം അതിൻ്റെ 13 വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, പുറപ്പാട് പുസ്തകം ആമേൻ, സ്തോത്രം, 12 അധ്യായം അതിൻ്റെ 13 വാക്യം മുതൽ 23 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ, അതിനകത്ത് ആമേൻ ദൈവത്തിൻ്റെ ദൂതന്മാരെ പറ്റി അവിടെ കാണുന്നു. വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 12 അധ്യായം അതിൻ്റെ 13 വാക്യം മുതൽ 23 വാക്യം വരെ ഒന്ന് വായിച്ചാലും. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞു കടന്നു പോകും. ഞാൻ മിസ്രയീം ദേശത്തെ ബാധിക്കുന്ന ബാധ നിങ്ങൾക്ക് നാശഹേതുകം ആയി തീരുകയില്ല. ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറയായും നിത്യനിയമമായും നിങ്ങളത് ആചരിക്കണം. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം. 1-ാം ദിവസത്തിലും 7-ാം ദിവസത്തിലും നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. അന്ന് അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം ഒരുക്കുകയല്ലാതെ ഒരു വേലയും ചെയ്യരുത്. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ നിങ്ങൾ ആചരിക്കണം.
ഈ ദിവസത്തിൽ തന്നെയാകുന്നു ഞാൻ നിങ്ങളുടെ ഗണങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസം തലമുറ തലമുറയായും നിത്യനിയമമായും നിങ്ങൾ ആചരിക്കണം. 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരം മുതൽ ആ മാസം 21-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. 7 ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത്. ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം. പുളിച്ചത് യാതൊന്നും നിങ്ങൾ തിന്നരുത്. നിങ്ങളുടെ വാസസ്ഥലങ്ങളിലെല്ലാം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം. അനന്തരം മോശെ ഇസ്രായേൽ മൂപ്പന്മാരെ ഒക്കെയും വിളിച്ചവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഒത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുത്ത പെസഹയെ അറപ്പിൻ. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ട് എടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടി മേലും കട്ടിളക്കാൽ രണ്ടിന്മേലും തേക്കണം. പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടി മേലും കട്ടിളക്കാൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിലൊഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകൻ വരുവാൻ സമ്മതിക്കുകയുമില്ല. പ്രൈസ് ദി ലോർഡ്. വളരെ വിലപ്പെട്ട ഒരു ദൂതാണ് അവിടെ വായിച്ചു കേട്ടത്. കണ്ടോ? ആമേൻ. എത്ര ദിവസം നിങ്ങളുടെ വീട്ടിനകത്ത് പുളിപ്പില്ലാത്ത മാവ്, പുളിപ്പില്ലാത്ത ആഹാരം ഉണ്ടായിരിക്കരുതെന്നുള്ള കാര്യം അവിടെ വ്യക്തമായി പറഞ്ഞു നിർത്തുന്നൊരു ഭാഗം കണ്ടോ? ആമേൻ. ഞാൻ നിങ്ങളുടെ വീട് വഴി കടന്നു പോകുന്ന നിമിഷം നിങ്ങൾ ഒരാൾ പോലും എന്ത് ചെയ്യരുത്? പുറത്തേക്ക് ഇറങ്ങരുത്. കാരണം ആമേൻ, സ്തോത്രം, മിസ്രൈമിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. സ്തോത്രം. ആമേൻ. പുറപ്പാട് പുസ്തകമൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ തന്നെ ആമേൻ, സ്തോത്രം, നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, തൻ്റെ ലോത്തും തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞുങ്ങളുമായിരുന്ന സോദോമിനകത്ത് ദൈവത്തിൻ്റെ ദൂതൻ ആമേൻ ഇറങ്ങി വരുന്ന നാഴികയിൽ തന്നെ ആമേൻ, സ്തോത്രം, അവിടെ ആമേൻ പാർക്കുന്ന ലോത്തിനെയും കുടുംബത്തെയും തലമുറകളെയും പുറത്ത് കൊണ്ടുവരാൻ അബ്രഹാം ആ കാലഘട്ടങ്ങളിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഓരോ കുടുംബത്തിനും ഓരോ ആമേൻ ആട്ടുകൊറ്റൻ കുഞ്ഞാടിനെ എന്ത് ചെയ്യണം? അറുക്കണം. നിങ്ങളിത് ചെയ്യണം ഓരോ കുടുംബത്തിനും. ആമേൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? യഹോവ മിസ്രയീമ്യരുടെ ദണ്ഡിപ്പിക്കേണ്ടതിന് കടന്നു വരും. എന്നാൽ കുറുമ്പടി മേലും കട്ടളപ്പടിയിൽ രണ്ടിന്മേലും രക്തം കാണുമ്പോൾ യഹോവ വാതിൽ ആമേൻ ഒഴിഞ്ഞ് കടന്നു പോകും. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ, പ്രൈസ് ദി ലോർഡ്, ആ വീടുകൾക്കകത്ത് നിങ്ങൾ അതിനകത്ത് പാർക്കണം, പുറത്തിറങ്ങരുത്. എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നവർ എന്തായിത്തീരും? അവിടെ മരിച്ചു വീഴും. അപ്പോൾ തന്നെ ശ്രദ്ധിക്കണമേ, ഈ കർത്താവിൻ്റെ ദൂതൻ അതുവഴി കടന്നു പോകുമ്പോൾ ആമേൻ, ആദ്യത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ആദ്യം സംഭവിക്കാൻ പോകുന്നത് അവിടെ ഇരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ, സിംഹാസനത്തിൽ ഇരിക്കുന്ന ആദ്യജാതൻ മുതൽ സ്തോത്രം അവിടെയുള്ള ദാസിമാരുടെയും ദാസന്മാരുടെയും ആദ്യജാതൻ മുതലുള്ള സകലതും എന്ത് ചെയ്യുമെന്നറിയാമോ? ആമേൻ, അവിടെ മരിച്ചു വീഴും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അത്ര തീഷ്ണതയോടെ യഹോവയായ ദൈവം അവിടെ ഇറങ്ങി വരുമ്പോൾ ഇന്ന് പകൽക്കാലം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഈസോപ്പ് ചെടിയുടെ ഒരു കട്ടയെടുത്ത് എന്ത് ചെയ്യണമെന്നറിയാമോ? ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നീ ഒരു കാര്യം ചെയ്യണം. ആമേൻ, ആ കഴുകിക്കളയേണ്ട രീതിയിൽ അതിനെ ഒന്ന് ശുദ്ധീകരിപ്പാൻ. എങ്ങനെ? കണ്ണുകളെയൊക്കെ ഒന്ന് ശുദ്ധീകരിക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. കണ്ണാടി പോലെ ആക്കണം നിന്റെ മുഖവും നിന്റെ ശരീരവും നിന്റെ അവയവങ്ങളെല്ലാം ഒന്ന് ഈസോപ്പ് കൊണ്ട് കഴുകി ഒന്ന് വെടിപ്പാക്കണമെന്നൊക്കെ ദൈവം പറഞ്ഞിട്ടാ പറയുന്നത്. നിങ്ങളൊരു കാര്യം ചെയ്യണം. ആമേൻ, ഞാൻ ദണ്ഡിപ്പിക്കേണ്ടതിന് സംഹാരകനെ വരുത്തുവാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ തന്നെ എനിക്ക് ചെയ്യേണ്ട വേറെ ചില കാര്യങ്ങളുണ്ട്, ഞാൻ അതവിടെ ചെയ്യും. ഇന്ന് രാത്രി ദൈവ പൈതലേ, നമ്മുടെ വീടുകൾക്കകത്ത് കർത്താവിൻ്റെ രക്തത്താൽ മുദ്രയിട്ടത് കൊണ്ടല്ലേ പലപ്പോഴും സംഹാരകൻ ആ ദേശത്തിറങ്ങിയിട്ടും നമ്മുടെ ശരീരത്തിൽ പോലും നമ്മുടെ വാഹനങ്ങളിൽ പോലും നമ്മുടെ കുടുംബത്തിലെ നന്മകളിൽ പോലും തലമുറകളിൽ പോലും പലപ്പോഴും തൊടാതെ അവർ
കടന്നു പോകുന്ന കാര്യം മനസ്സിലായോ? കട്ടടപ്പടിമേലും കുറുമ്പടി രണ്ടിന്മേലും ആമേൻ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ രക്തം അടയാളമായി ഇരുന്നത് കൊണ്ട് ഇന്ന് രാത്രിയിലും നമ്മൾ സന്തോഷത്തോടെ ഇതിനകത്ത് സ്തോത്രത്തോടെ ആയിരിക്കുന്നത്. ഈ രാത്രി പറയുവാനോ പുകഴുവാനോ മറ്റൊന്നുമില്ല. പക്ഷേ വചനം ഒന്ന് പറയുന്നു, ഇന്ന് രാത്രിയിൽ സംഹാരകൻ നിന്നെ തൊടാതിരിപ്പാൻ ആമേൻ ഞാൻ സമ്മതിക്കത്തില്ല. കേട്ടോ, അവൻ നിന്നെ തൊടുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. രേഖ എഴുതി തീർന്നു എന്ന് പറഞ്ഞ് അവർ കളം വരച്ച് കളത്തിനപ്പുറം കടക്കില്ല എന്ന് അവൻ പറയുമ്പോഴും ഇന്ന് രാത്രി ചില അതിരുവരമ്പുകളെ കടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം നിനക്കും ആമേ കുടുംബത്തിനും ചില വഴികളും വാതിലുകളും അവൻ തുറക്കും. ഒന്ന്, സംഹാരകൻ നിന്നെ തൊടാതിരിപ്പാൻ ഞാൻ അവനെ ഇന്ന് രാത്രിയിൽ നിന്റെ പട്ടണത്തിൽ നിന്ന് ഞാൻ മാറ്റുവാൻ ഇറങ്ങി വരാൻ പോകുകയാണ് എന്ന് ദൈവം അവരോട് വിളിച്ചു പറയാ. ദൈവമൈതലേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ കാര്യമെല്ലാം പറഞ്ഞ ശേഷം 1-2 പേരല്ല അവിടെ താമസിക്കുന്നത്. 12 ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങൾക്കകത്തിരിക്കുന്ന ജനമുണ്ട്. അവരെല്ലാം വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇന്ന് രാത്രിയിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവന്റെ ഭവനത്തിനകത്ത് തൊടാൻ ദൈവം അനുവദിക്കത്തില്ല, സമ്മതിക്കത്തില്ല കേട്ടോ. പലപ്പോഴും ശത്രു ഒന്ന് ഇടിച്ചു കയറാൻ നോക്കി പല വട്ടം. പക്ഷെ ദൈവം സമ്മതിക്കാത്ത ദൈവമാണ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നത്. എത്രയോ വട്ടം സമ്മതം ചോദിക്കാൻ അടുത്ത് ചെന്നില്ലേ, ഞാനൊന്ന് തൊട്ടോട്ടെ, ഞാനൊന്ന് സ്പർശിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് എത്രയോ പ്രാവശ്യം ഹല്ലേലൂയ നിന്റെ മരണം കാണാൻ കൊതിച്ചിരുന്ന സംഹാരകന്റെ മുമ്പിൽ വിട്ടുകൊടുക്കാതെ കർത്താവ് സംഹാരകൻ തൊടാതിരിക്കാൻ നിയമങ്ങളും കൽപ്പനകളും അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ എങ്ങനെയാണെന്നുള്ള പദ്ധതികളും പോക്കുവഴികളും സ്വർഗത്തിൽ ദൈവം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ അതുവഴി കടന്നു പോകും. ഇന്ന് രാത്രി ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ കുഞ്ഞെ, നിനക്ക് വേണ്ടി കർത്താവ് ഇന്ന് രാത്രി യുദ്ധം ചെയ്യുന്ന രാത്രിയാണ്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ വ്യക്തിപരമായ ആത്മീക മണ്ഡലത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ വിഷയത്തിനായി എൻ്റെ കർത്താവ് ഇറങ്ങി നിൽക്കുകയാ. കാരണമുണ്ട് കേട്ടോ, ഹല്ലേലൂയ. ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്നാമത്തെ കാര്യം ഇതാണ്, നീ ദൈവം പറഞ്ഞത് കേട്ടത് കൊണ്ട് സംഹാരകന് നിന്നെ തൊടാതിരിക്കാൻ ദൈവം ചില അധികാരങ്ങൾ ഇന്ന് പകൽക്കാലം നിനക്ക് തരാൻ പോകുകയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഗത്ത് സംഹാരകൻ നിൽക്കുമ്പോൾ മറുഭാഗത്ത് സ്വർഗം പറയുകയാണ്, ഞാൻ അതുവഴി കടന്നു പോകും, പക്ഷേ സംഹാരകൻ നിന്നെ തൊടില്ല, ഞാൻ തൊടുവാൻ സമ്മതിക്കില്ല. സ്തോത്രം. സംഹാരകൻ വരുമ്പോൾ അവൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല. ഞാൻ അവനോട് ഇന്ന് രാത്രി യുദ്ധം ചെയ്യാൻ പോകുകയാ. ഇന്ന് രാത്രി ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ എൻ്റെ കർത്താവ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം പറഞ്ഞു, കർത്താവ് നീ എന്താ എണീക്കാത്തത്, നീ എന്താ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യാത്തത്. വായിക്കാമോ? 1 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആമേൻ, സ്തോത്രം, 2 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായം അത് 35-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ ഒറ്റ വാക്യത്തിനകത്ത് ആമേൻ, സ്തോത്രം, ദൂതൻ ഇറങ്ങുന്ന ഒരു വാക്യം അതിനകത്ത് ആമേൻ, ഏലിയാവും ദൂതനുമായിട്ടൊരു സംസാരം, ഒരു സംഭാഷണം, ആമേൻ, സ്തോത്രം, അവിടെ കാണാൻ കഴിയുന്നു. വായിച്ചാട്ടെ, 2 രാജ 19-ാം അധ്യായം 35-ാമത്തെ വാക്യം. അന്നു രാത്രി യഹോവയുടെ ദൂതൻ പുറപ്പെട്ട അശൂർ പാളയത്തിൽ 1,85,000 പേരെ കൊന്നു. ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവർ എല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു. അവരെല്ലാം എണീറ്റ് നിന്നു. പക്ഷെ എണീറ്റപ്പോൾ എല്ലാം ശവങ്ങളായി കിടക്കുക. പ്രൈസ് ദി ലോർഡ്. എല്ലാം ശവങ്ങളായി കിടക്കുകയാണ്. യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, അവർക്കങ്ങോട്ട് പോരടിക്കേണ്ടി വന്നില്ല. ദൈവജനമേ, ഇന്ന് രാത്രിയിൽ നിങ്ങളെ ആമേൻ, സ്തോത്രം, അവിടെ ഇടങ്ങളിൽ സൂക്ഷിപ്പാൻ ദൂതൻ ഇറങ്ങി നിൽക്കുകയാണ്. ഈ ദൂതന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവനെ പ്രത്യേകിച്ച് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൂതനുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഒന്നും കൊടുക്കാനില്ലെങ്കിലും ദൈവത്തോട്, കർത്താവേ, ആമേൻ, ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഉള്ളതുപോലെ അറിയുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമ്മെ അറിയുന്ന ഒരു ദൈവം, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മെ നല്ലവണ്ണം മനസ്സിലാക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെ ഇനി എന്തിനാ? ആമേൻ, സ്തോത്രം. പലരും ചോദിക്കും, ആമേ, കണ്ടാൽ തോന്നില്ല. കാരണം രാജാവിൻ്റെ മക്കളെ കണ്ടാൽ തോന്നോ എന്തെങ്കിലും? പ്രൈസ് ദി ലോർഡ്.
ആമേൻ. രാജാവിൻ്റെ മക്കളെ കണ്ടാൽ എത്ര സൗന്ദര്യമല്ലേ രാജാവിൻ്റെ മക്കൾ. അവരെപ്പോഴും നല്ല ഒരുങ്ങി നടക്കത്തുള്ളൂ. കാരണം രാജാവിൻ്റെ മക്കളല്ലേ. നമുക്കില്ലായെന്ന് പറഞ്ഞ് ഇല്ലാത്ത നടക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ രാജാവിൻ്റെ മക്കളായതുകൊണ്ട് ഉള്ളതിനെ അലക്കി തേച്ച് അതിനെ നല്ല ചന്തമാക്കി ഇട്ടുകൊണ്ട് പോകും. നമുക്ക് എങ്ങനെയൊക്കെ ഒരുങ്ങാൻ കഴിയും അങ്ങനെയൊക്കെ ഒരുങ്ങി നമ്മൾ പുറത്തു പോകും. ആമേൻ, സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രിയിൽ പറയട്ടെ, ദൈവവചനം പറയുന്നത് ആമേൻ, ഒന്നുമില്ലെങ്കിലും എല്ലാം ഉള്ളവനെ പോലെ ഉള്ളവളെ പോലെ നീ ജീവിച്ചത് കൊണ്ടാ. സ്തോത്രം. ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനെ പോലെ നീ മുമ്പിലോട്ട് പോകുന്നത് കൊണ്ടാ ആമേൻ ചില പ്രയാസങ്ങൾ നേരിടുന്നത്. പക്ഷെ പ്രശ്നമില്ല കേട്ടോ, അവിടെയൊക്കെ നിന്നെ പോറ്റാൻ ഒരു ദൈവം ഇന്ന് രാത്രി ഇറങ്ങി വരുന്നുണ്ട്. ആമേൻ. ഒരു അധ്യായത്തിലേക്ക് നമുക്ക് വരാമോ? പ്രൈസ് ദി ലോർഡ്. ഒരു അധ്യായത്തിലേക്ക് നമുക്ക് ഇന്ന് രാത്രി കയറി വരാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രിയിൽ ആമേൻ നമ്മുടെ നടുവിലേക്ക് ഇറങ്ങി വരട്ടെ. കുറച്ചുകൂടെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. 2 കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്നേ. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരുമ്പോൾ ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 2 കൊരിന്ത്യർ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ സ്തോത്രം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ആ 12-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് സ്തോത്രം ഒരു വലിയൊരു ആമേൻ സാത്താനുമായിട്ടുള്ള ഒരു വലിയൊരു പോരാട്ടത്തിൽ പൗലൂസ് നിൽക്കുന്ന ഒരു നിപ്പ് നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനകത്ത് ആമേൻ പൗലൂസ് പറയുന്ന ഒരു വലിയ ഒരു ദൂത്, അത് പറയാനാണ് ഞാൻ വന്നത് കേട്ടോ. ആ ഒരു കാര്യത്തിലേക്ക് വന്നിട്ട് മുന്നോട്ട് പോകാം. 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചേ. 12-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. അതിനകത്ത് പൗലൂസ് അനുഭവിച്ച ആമേൻ 1, 2, 3, 4, 5 കാര്യങ്ങൾ പൗലൂസ് വ്യക്തമായി ആമേൻ അനുഭവിച്ച 5 കാര്യങ്ങൾ. ആമേൻ. അതൊന്ന് വായിച്ചാട്ടെ. എന്താണ് അവിടെ വായിച്ചെന്നറിയാമോ? അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ആമേൻ ബലഹീനത, കയ്യേറ്റം, ബുദ്ധിമുട്ട്, ഉപദ്രവം, ഞെരുക്കം. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ആമേൻ. ആർക്ക് വേണ്ടിയാ സഹിച്ചത്? ക്രിസ്തുവിന് വേണ്ടി. ഇതാരാ ഇവരെ ഞെരുക്കുന്നെന്നറിയാമോ? തൊട്ടു മുകളിലുണ്ട്. തൊട്ടു മുകളിൽ ആമേൻ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത് ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്നെ കാക്കുവാൻ സാത്താൻ്റെ ദൂതനെ തന്നെ. കണ്ടോ? ആരെ നോക്കാനെന്നറിയാമോ ഏൽപ്പിച്ചിരിക്കുന്നത്? ആരെ ഏൽപ്പിക്കാൻ? ആരെ നോക്കാനാ? പൗലൂസിന്. എന്തിനു നോക്കാനെന്നറിയാമോ? നിങ്ങൾ സൂക്ഷിക്കണം ആ വാക്യം. ഞാൻ ഈ വാക്യം ചിന്തിക്കുമ്പോൾ ആമേൻ പൗലൂസ് നെഗളിച്ചു പോകാതിരിപ്പാൻ അവനെ സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ നെഗളം വരാതിരിക്കാൻ സാത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. ആമേൻ. നീ വല്ലാണ്ടങ്ങ് നെഗളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോഴേ അതിനകത്ത് ഭയങ്കര ആമേൻ ഒരു നമ്മയൊക്കെ പിടിച്ച് കുലുക്കത്തക്ക തലത്തിലുള്ള ചില ദൂതുകളാണ് അതിൻ്റെ ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താഴോട്ടൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ആ 2-ാമത്തെ വാക്യം മുതലൊക്കെ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്തോത്രം. എന്നാൽ അതിലോട്ടൊന്നും പോകുന്നില്ല. ഒന്ന്, കർത്താവിനെ അറിഞ്ഞത് കൊണ്ട് അവന് വന്നത് കപ്പൽ പ്രമാണിയുടെ മകനാ സാത്താൻ എന്ന ദൂതനെ ആമേൻ അവനെ കാക്കാൻ. നോയിക്കേ, ഒന്ന് വായിച്ചേ. ആ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ എന്നെ കുത്തേണ്ടതിന് സാത്താന്റെ ദൂതനെ തന്നെ. അപ്പൊ ശ്രദ്ധിക്കുക, എന്തെങ്കിലും വേദനകളോ വിഷമങ്ങളോ വരുമ്പം നമുക്ക് നേരെ ഈ പുസ്തകത്തിലേക്ക് പോകാം. ഈ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. എന്നെയും നിങ്ങളെയും എന്തെങ്കിലും വേദനയിൽ കൂടെ കടത്തിവിടുന്നെങ്കിൽ ചിന്തിക്കുക, ഇത് മറ്റാരുമല്ല, ദൈവം തന്നെയാണ് കടത്തിവിടുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നുവോ? ഞാനും നിങ്ങളെയൊക്കെ ചില മണിക്കൂറുകളോളം തല ചെയ്യുന്ന വ്യക്തികളാണ്. എത്രയോ മുടികൾ ഇങ്ങനെ മുറിഞ്ഞു പോയി നമ്മൾ കളയുന്നു. പക്ഷേ നമ്മൾ നിസ്സാരമാകുന്നത് കർത്താവ് എണ്ണി നോക്കുക. പ്രൈസ് ദി ലോർഡ്. അവൻ എണ്ണി നോക്കും, എല്ലാം എണ്ണി തിട്ടപ്പെടുത്തി നോക്കും. അപ്പോഴാണ് 10-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ബലഹീനത.
പ്രൈസ് ദി ലോർഡ്. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി. ആദ്യത്തെ കഷ്ടം എന്താണ്? ബലഹീനത. രണ്ടാമത് എന്തറിയാം? കയ്യേറ്റം. സാത്താൻ വിട്ടുകൊടുക്കുന്ന പരിപാടികളാ. പ്രൈസ് ദി ലോർഡ്. ബലഹീനത. അവനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. അവനെങ്ങനെയെങ്കിലും ഉടച്ചു കളയണം. രണ്ടാമത് കയ്യേറ്റം. 3 ബുദ്ധിമുട്ട്. ആമേൻ. എല്ലാത്തിനും ബുദ്ധിമുട്ടേണ്ടി വരും. സാത്താന്റെ പരിപാടി. പക്ഷേ ഇതിനെ നീ ജീവിച്ചാൽ 3 സ്വർഗത്തോളം എടുക്കപ്പെടും. ശരീരത്തോടെ ആണോ അല്ലയോ എനിക്കറിയത്തില്ല, ശരീരമില്ലാതെയാണോ എന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവൻ 3 സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആമേൻ. ഓക്കെ. ബുദ്ധിമുട്ട്. അടുത്തെന്താ? ഉപദ്രവം. തീർന്നില്ല. 5-മത് എന്താണ്? ഞെരുക്കം. ഇതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഞെരുക്കത്തിലേക്ക് ഒരു കൈയും തുറക്കത്തില്ല, എല്ലാം വലിച്ചു പിടിക്കും. പ്രൈസ് ദി ലോർഡ്. അതല്ലേ ദൈവാസ് പാടിയില്ലേ പാട്ട്? ഈ ഭൂമിയിലുള്ള എല്ലാ കരങ്ങളും ഇങ്ങനെ അടച്ചു പിടിക്കും. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ കുഞ്ഞുങ്ങളെയൊക്കെ പ്രതിഷ്ഠിക്കുമ്പോഴേ അമ്മയുടെ ഉദരത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ സ്തോത്രം, അത് കൈയൊന്നും തുറന്നല്ല വരുന്നത്, എല്ലാം മുറുക്കി പിടിച്ചിരിക്കും. ഇതിൻ്റെ ഞങ്ങളൊക്കെ എന്താ പറയുക, അപ്പോൾ ഇതിനെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ഈ മുറുക്കി കൈയുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ വിരൽ കയറ്റും. തുറക്കത്തില്ല. അതെ, അതിൻ്റെ കുഞ്ഞ് കൈ കൊണ്ട് അത് നമ്മുടെ കൈയെ എത്രത്തോളം മുറുക്കാൻ പറ്റുമോ അത്രത്തോളം മുറുക്കും. 100-ലധികം പിള്ളേർ, 100-ലൊന്നും അല്ല കേട്ടോ, ഒത്തിരി പിള്ളേരെ എനിക്ക് എണ്ണം പോലും ഇല്ല. പ്രതിഷ്ഠിക്കുമ്പോഴേ ആമേൻ ഇങ്ങനെ കൈ മുറുക്കി പിടിക്കും. സ്തോത്രം. ഭയങ്കര സുഖമാണ് കേട്ടോ. അവർ ചെറിയ കുഞ്ഞു വിരലല്ലേ, മുറുക്കി പിടിക്കും. ആമേൻ. ഭയങ്കര സുഖം. കാരണം എന്നറിയാമോ, അതിങ്ങനെ മുറുക്കി പിടിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. അതിനകത്ത് അതിങ്ങനെ നിക്ഷേപം, ആ പഴയ ആൾക്കാർ പറഞ്ഞ നിക്ഷേപം കൊണ്ട് വന്നിരിക്കുക. അതിൻ്റെ സമയത്തെ തുറക്കത്തുള്ളൂ എന്ന് പറയും ചില ആൾക്കാർ. പഴയ അമ്മച്ചിമാരും അപ്പച്ചന്മാരും പറയും, പാസ്റ്ററെ തുറക്കാൻ നോക്കണ്ട, തുറക്കത്തില്ല, അവൻ മുറുക്കി പിടിച്ചിരിക്കുക, നിക്ഷേപപാത്രമാണ് അത് മുറുക്കി പിടിച്ചിരിക്കുന്നത്. അതിനൊരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ നിങ്ങൾ ആരും ഞെക്കണ്ട, അത് ഓട്ടോമാറ്റിക്കലി തുറന്നു വരും. സ്തോത്രം. ശരിയാ. 1-2 മാസം കഴിയുമ്പോൾ അത് ഇങ്ങനെ തുറന്നോളും, പിന്നെയും മുറുക്കും, പിന്നെയും തുറന്നോളും. ഇതുപോലെ ഒരു കാര്യം പറയട്ടെ, ഞെരുക്കി പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു കൈയും തുറക്കത്തില്ല. ഈ കുഞ്ഞിൻ്റെ കൈ ഇത്രയും ടൈറ്റാണെങ്കിൽ ഒരു കൈയും നിനക്കും ദൈവത്തെ അറിയുന്ന ദൈവ പൈതലെ തുറക്കാതിരിക്കുമ്പോൾ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, എത്ര ഞെരുക്കം വന്നാലും എത്ര ബുദ്ധിമുട്ട്. പൗലോസിനെ പറ്റി ചിന്തിക്കുമ്പോൾ കപ്പൽ പ്രമാണിയാ, 2 കപ്പലുണ്ട്. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ ഇറങ്ങിയപ്പോൾ ഒന്നേ എടുത്തോളൂ, ഒരു പുതപ്പ് മാത്രം. ഒറ്റ പുതപ്പെടുത്തോണ്ടാണ് ഇറങ്ങിയത്. ഒരു പുതപ്പ്, ബാക്കിയെല്ലാം ചപ്പും ചവറുമെന്നെണ്ണി ഒറ്റ പുതപ്പിൻ്റെ കീഴിലാ ആമേൻ പൗലോസിൻ്റെ യാത്ര. ഉടുക്കുവാനും ആമേൻ ശരീരം മറയ്ക്കുവാനും ഒറ്റ പുതപ്പ്. ഇന്ന് രാത്രി ആ പുതപ്പ് നീ പ്രാപിച്ചിട്ടുണ്ടോ? അതിനകത്ത് നിനക്കൊരു വിടുതൽ വ്യാപരിക്കുമെന്ന് രാത്രിയിൽ. ഹല്ലേലൂയ. ആ കൃപയുടെ പുതപ്പ് പൗലോസിന്റെ മേൽ വീണപ്പോൾ, ആ കൃപയുടെ പുതപ്പ് ആമേൻ എലീശയുടെ മേൽ വീണപ്പോൾ, ആ കൃപയുടെ പുതപ്പുണ്ടല്ലോ ആമേൻ അഭിഷക്തന്മാരുടെ മേൽ ആ പുതപ്പ് വീണപ്പോൾ, കൃപയുടെ പുതപ്പ് എസ്തേറിന്റെ മേൽ വീണപ്പോൾ, കൃപയുടെ പുതപ്പ് രൂത്തിന്റെ മേൽ വീണപ്പോൾ, കൃപയുടെ പുതപ്പ് കാരാഗൃഹത്തിൽ കിടന്ന യോസേപ്പിന്റെ മേൽ വീണപ്പോൾ, കൃപയുടെ പുതപ്പ് ആമേൻ സ്തോത്രം കാരാഗൃഹത്തിനകത്ത് കിടന്ന ആമേൻ പ്രൈസ് ദി ലോർഡ് സിംഹത്തിന്റെ കൂട്ടിൽ കിടന്ന ദാനിയേലിന്റെ മേൽ വീണപ്പോൾ, ആ കൃപയുടെ പുതപ്പ് ഹല്ലേലൂയ ശദ്രക്കും മേശക്കും അബേദ്നെഗോവിന്റെ മേൽ വീണപ്പോൾ, ആ കൃപയുടെ പുതപ്പ് ഇപ്പോ ചില മിനിറ്റ് കഴിയുമ്പോൾ കഴുത്ത് വെട്ടി മാറ്റുമെന്ന് പറഞ്ഞ പത്രോസിന്റെ മേൽ വീണപ്പോൾ, ഈ പുതപ്പ് പത്മോസ് ദ്വീപിൽ കിടന്ന യോഹന്നാന്റെ മേൽ വീണപ്പോൾ ആമേൻ സടകുടഞ്ഞെണീറ്റു എങ്കിൽ ഇന്ന് രാത്രി അതേ പുതപ്പാണ് വീണിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസിന്റെ മേൽ. ഈ പുതപ്പ് വീണത് ആമേൻ വനാന്തരത്തിൽ അപ്പന്റെ ആടുകളുമായി നിഷ്കളങ്കനായി കിന്നരവും വായിച്ച് പാടിക്കൊണ്ടിരുന്ന ദാവീദിന്റെ മേൽ വീണ പുതപ്പ്, അപ്പന്റെ പുതപ്പ് വീണെങ്കിൽ ഇന്ന് രാത്രി ദൈവകുഞ്ഞെ എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ അബ്രഹാമിന്റെ മേൽ ദൈവത്തിന്റെ പുതപ്പ് വീണെങ്കിൽ, എല്ലാവരും നോക്കി നിൽക്കുമ്പോൾ സോദോമിൽ ലോത്തിന്റെ കുടുംബത്തിന്റെ മേൽ പുതപ്പ്
വീണെങ്കിൽ ഇന്ന് രാത്രി പലരും നോക്കി നിൽക്കുമ്പോൾ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന പുതപ്പ് അത് വിട്ടുകളയരുത്. എന്നാൽ ഇന്ന് രാത്രി ആ പുതപ്പ് ആമേ സ്തോത്രം വേശ്യയായിരുന്ന ആമേ സ്തോത്രം ആമേ രാഹാബിന്റെ മണ്ടയ്ക്ക് ആ പുതപ്പ് വീണു. അതുകൊണ്ടാ പറഞ്ഞത് ഈ പട്ടണം മുഴുവൻ ഇടിച്ചോ, പക്ഷേ അവളുടെ വീട് മാത്രം തുടരുത്. കാരണം അവൾക്ക് കൃപയുടെ പുതപ്പ് വീണിരിക്കുക. ഇന്ന് രാത്രി പുതപ്പ് വീണിട്ടുണ്ടോ? ഹല്ലേലൂയ. ഈ രാത്രി പുതപ്പ് വീണിട്ടുണ്ടോ? പുതപ്പ് വീണവർക്കായി സ്തോത്രം ചെയ്യുന്നു. മോശയുടെ കാലഘട്ടം പഠിക്കുമ്പോൾ മോശയുടെ ശരീരത്തിൽ കൃപയുടെ പുതപ്പ് വീണു. രണ്ടാം പ്രാവശ്യം വീണത് ഹോരേബിൽ അപ്പന്റെ അമ്മായിയപ്പന്റെ ആടുമേച്ചോണ്ടിരുന്നപ്പോൾ തന്റെ 80-ാമത്തെ വയസ്സിൽ ആമേ സ്തോത്രം വീഴേണ്ട പുതപ്പ് നീണ്ട 40 വർഷം ബാക്കിലോട്ട് ഹോരേബിൽ വെച്ച് തന്റെ ജീവിതത്തിൽ പുതപ്പ് വീണത് എന്തെന്നറിയാമോ? 30,000 പേരെ കൊണ്ടുവരാൻ വേണ്ടിയല്ല, 30 ലക്ഷം പേരെ നയിപ്പാൻ ഒരു പുതപ്പ് മോശയുടെ മേൽ വീണു. ദൈവപൈതലേ, ഇന്ന് രാത്രി ഹല്ലേലൂയ പുതപ്പ് വീഴാൻ സമയമൊന്നും പൈസൊന്നും പ്രശ്നമല്ല. ഏൽപ്പിക്കപ്പെടുമ്പോൾ ഒരു പുതപ്പ് അങ്ങോട്ട് ദൈവം ഇട്ട് തരും. ഹല്ലേലൂയ. ഏൽപ്പിക്കപ്പെടുമ്പോൾ തമ്പുരാൻ ഒരു പുതപ്പിട്ട് തരും. നീ അതിനകത്തുനിന്ന് രാത്രി ആമെ സമർപ്പിക്കപ്പെട്ട വ്യക്തിയായി നീ ഇരിക്കുമെങ്കിൽ ഈ പുതപ്പിനകത്ത് നിന്നെ തകർത്ത് കളയാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് രാത്രി വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന വിളിച്ചു പറയുക. എന്തൊക്കെയോ ആമെ പുതപ്പിനകത്ത് നിന്നെ നിർത്താതിരിക്കാൻ പിശാച് പോരടിക്കുമ്പോൾ ഈ പുതപ്പിൻ്റെ ഒരു ഗുണമുണ്ട്. ഈ പുതപ്പിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയപ്പെട്ടിരിക്കുകയാണ്. ഈ പുതപ്പിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുക. ഇത് ദൈവം നിനക്ക് തരുന്ന ദൈവത്തിൻ്റെ കൃപയുടെ മറവിലുള്ള പുതപ്പ്. ഇന്ന് രാത്രി ഈ പുതപ്പാണ് പുതച്ചുകൊണ്ട് നിന്നത് പൗലോസ്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ആ 12-ാമത്തെ അധ്യായം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. 12-ാം അധ്യായത്തിൽ അമ്മ സ്തോത്രം 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 12:2 2-3 ഒന്ന് വായിച്ചാട്ടെ. 12-ാം അധ്യായത്തിന് 2-3. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്ന് അറിയുന്നില്ല, ദൈവം അറിയുന്നു. ആ മനുഷ്യൻ പരദീസയോളം എടുക്കപ്പെട്ടു. ശരീരം കൂടാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ദൈവം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവം അറിയുന്നു, ഞാൻ അത് അറിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ശരീരത്തിൽ കൂടെയാണോ ശരീരത്തിന് കൂടാതെയാണോ എന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷെ ഒരു മനുഷ്യൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു, അവൻ്റെ മേലൊരു പുതപ്പ് വീണു. സ്തോത്രം. അത് ഈ ഭൂമിയിലെ പുതപ്പല്ല. ആമേൻ സ്തോത്രം. പ്രൈസ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സ്വർഗത്തിലെ ദൈവം ആമേൻ ശൗലിന്റെ മേലിട്ട പുതപ്പ്, ആ പുതപ്പിനെ അരകെട്ടി ഉറപ്പിക്കാൻ യൂദയുടെ ഭവനത്തിനകത്ത് കൊണ്ടുപോയി അവൻ കണ്ടുവന്ന കാഴ്ചകളെല്ലാം അവിടെ നഷ്ടപ്പെടുത്തിയിട്ട് അവന് പുതിയൊരു കാഴ്ച കൊടുത്തൊരു പുതിയ വ്യക്തിയാക്കി അവൻ്റെ പേര് മാറ്റി പുറത്തെടുത്ത് അവൻ കാണേണ്ടതെല്ലാം അവന് കാണിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി ദൈവം അവനെ നിർത്തി. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന അഭിഷക്തമാരെ നിനക്ക് അല്പനിമിഷത്തേക്ക് ചില വിലക്കുകളും പ്രശ്നങ്ങളും വേദനകളും ജീവിതത്തിൽ കടന്നു വരുമെങ്കിലും ശേഷം ദൈവത്തിൻ്റെ മഹത്വം ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുകൊണ്ട് ആമേൻ കർത്താവ് പറയുകയാണ്, ഞാനൊരു പുതപ്പ് നിന്റെ മേൽ ഇന്ന് രാത്രി ഇടാൻ പോകുക. അത് നിസ്സാരമായ ഒരു മാറുന്ന പുതപ്പല്ല, ഇത് കൃപയോട് കൂടിയ ഒരു പുതപ്പ്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വച്ച് പൗലോസിന്റെ മേൽ ശൗലിന്റെ മേൽ ദൈവം ഇട്ടുകൊടുത്തെങ്കിൽ അതേ പുതപ്പ് അവൻ മുറുകെ പിടിച്ചു. പ്രതികൂലത്തിന് നടുവിലും അവൻ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. അന്ന് വരെ അവൻ കണ്ടുവന്നതെല്ലാം അവൻ അവിടെ റിജക്റ്റ് ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു പുത്തൻ അനുഭവത്തോടെ ആമേൻ സ്തോത്ര യൂദായുടെ ഭവനത്തിനകത്ത് നിന്ന് അവന് പുറത്തു വരാൻ ഒരു അഭിഷക്തനെ അവിടെ അയച്ചവന് പ്രാർത്ഥിച്ചവന്റെ കണ്ണിന് ആമേൻ പ്രൈസ് കാഴ്ച കൊടുത്തു. പഴയ കാഴ്ചയെല്ലാം നഷ്ടപ്പെടുത്തി പുത്തൻ കാഴ്ചയോടെ പുറത്തെടുത്തെങ്കിൽ ഇന്ന് രാത്രി ഒരു ദൂതൻ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരികയാ. ഒരു പുത്തൻ കൃപയുടെ പുതപ്പേക്ക് ദൈവം ഇന്ന് രാത്രി അയക്കാൻ പോകുകയാ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൂതൻ ഇറങ്ങിയാലേ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ഇറങ്ങുന്നത് ദൈവത്തിൻ്റെ ദൂതനാ.
ദൈവത്തിന് ദൂതൻ എവിടെയും ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. അവനൊന്നും തിന്മയ്ക്കായി ചെയ്യുന്ന ദൈവമല്ല, ആ ദൈവം നന്മയ്ക്കായി ചെയ്യുന്ന ദൈവമാണ്. ദൈവ പൈതലേ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ചില മേഖലയിൽ വെളിപ്പെടും. ദൈവം ഇറങ്ങുമ്പോൾ സ്തോത്രം, ശത്രുക്കൾ ചിതറിപ്പോകുമെന്ന് വചനമുണ്ടെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറ, ഈ ദൂതന് ഇറങ്ങി ചിലതിനെ നിരപ്പാക്കാൻ പോകുകയാണ്. നോയിക്കേ, 1,85,000 പേരെ വെട്ടിവീഴ്ത്താൻ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഒരു ദൂതനെ അവിടെ ഇറക്കിയെങ്കിൽ, ഒറ്റ ദൂതന് കൊണ്ട്, ഒറ്റ വാളുകൊണ്ട് 1,85,000 പേരെ അവൻ വെട്ടിവീഴ്ത്തിയെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തലത്തിൽ ദൈവം കാര്യങ്ങൾ കൃത്യമായി ദൂതനിൽ കൂടെ ചെയ്യിച്ചെങ്കിൽ, ഒരു സംഹാരകനായി ഒരു ദൂതനെ തൻ്റെ അഭിഷക്തന്മാർക്കും ജനത്തിനും വിരോധമായി നിന്ന ശത്രു സൈന്യത്തെ ഉന്മൂലനാശം ചെയ്യാൻ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, ഒരു രാത്രി, ഇന്ന് രാത്രി ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് പ്രാർത്ഥിക്ക്. വായിക്കാമോ? ഗലാത്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഗലാത്യ ലേഖനം 3 അതിൻ്റെ 19-ാമത്തെ വാക്യം. ആമേൻ. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, ന്യായപ്രമാണം ദൂതന്മാർ മുഖാന്തരമാണ് സ്തോത്രം ഏൽപ്പിക്കപ്പെട്ടത്. അതാണ് അതിൻ്റെ രത്നചുരുക്കം. ഒന്ന് വായിച്ചാട്ടെ, ഗലാത്യർ 3-ന്റെ പ്രൈസ് ദി ലോർഡ് 19. എന്നാൽ ന്യായപ്രമാണം എന്തിന്? ബാപ്തിസം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ന്യായപ്രമാണത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു മധ്യസ്ഥനെ കർത്താവ് അവിടെ ഇറക്കുകയാണ്. സ്തോത്രം. ഗലാത്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് ഗലാത്യ ലേഖനം. ആമേൻ. ഈ ലേഖനത്തിനകത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ലേഖനത്തിനകത്ത് പൗലൂസ് കൊണ്ട് കൊള്ളിച്ചിരിക്കുന്ന ഭാഗമെന്ന് പറഞ്ഞാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ചില ഭാഗങ്ങളാണ്. ആ 19-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ, താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, വളരെ അർത്ഥവൃത്തായ ജനത്തിന് ഈ തലമുറയിൽ ആവശ്യമുള്ള ആത്മീക പ്രൈസ് ദി പ്രചോദനം വർദ്ധിപ്പിക്കുന്ന വാക്കുകളുടെ വലിയൊരു ശേഖരം തന്നെയാണ് ഈ 3-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ. പ്രൈസ് ദി ലോർഡ്, ഈ 3-ാമത്തെ അധ്യായത്തിൻ്റെ ഓരോ വാക്കുകളും നമ്മൾ പഠിച്ചു നോക്കിക്കേ, അതിനകത്ത് 1000 ദൂതുകളും ഈ തലമുറയ്ക്ക് ആവശ്യമായ ചില വാഴ്ത്തത്വങ്ങളും അതിനകത്ത് അടങ്ങിയിരിപ്പുണ്ട്. എന്നാൽ 19-ാം വാക്യം, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഴ്ത്തത്വം ലഭിച്ച സന്തതി വരുവോളം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നതും എത്രേ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൂതനാണ് ഒരു മധ്യസ്ഥനായി അവിടെ ഇറങ്ങി വരുന്നത്. സ്തോത്രം. ദൂതൻ മുഖാന്തരം ഒരു മധ്യസ്ഥൻ അവിടെ വരികയാ. ആമേൻ. ഈ വാഴ്ത്തത്വം പ്രാപിക്കാൻ വിടില്ല എന്ന് പറഞ്ഞു വരുന്ന ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന, അഥവാ 1-ാമത്തെ സങ്കീർത്തനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, യഹോവയുടെ ന്യായപ്രമാണത്തിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പോൾ രാപ്പകൽ ധ്യാനിക്കണം. ന്യായപ്രമാണം വച്ചിരിക്കുന്നത് 39-ാമത്തെ സങ്കീർത്തനം പറയുന്നത് എന്താണ്? ഞാൻ ധ്യാനിച്ചപ്പോൾ ആ ധ്യാനത്തിങ്കൽ തീ കത്തി. തീ കത്തണമെങ്കിൽ ഏത് തീയായിരിക്കും കത്തിയത്? അവിടെ ന്യായവിധിയുടെ തീയല്ല കത്തിയത്. പിന്നെ ഏത് തീയാ? ദൈവത്തിന്റെ സ്വർഗത്തിലെ തീ അവിടെ കത്തുവാൻ. സ്വർഗത്തിലെ ദൈവം അവിടെ ഇറങ്ങിച്ചെന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ, 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 ആമേൻ. എന്ത് കട്ടായത്? ഇതൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴിട്ടേതാ? കട്ടായി പോയല്ലോ. വന്നാ? ഇല്ലില്ല. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? കേൾക്കാമോ? പ്രൈസ് ദി ലോർഡ്, കേൾക്കാമോ? കേൾക്കാമോ? അവിടെ കേൾക്കാമോ? പ്രൈസ്. നെറ്റ് ഇവിടെ കട്ടായി പോയതാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഇന്ന് രാത്രിയിൽ നോക്കൂ, ഈ ഒരു മധ്യസ്ഥൻ എന്ന വാഴ്ത്തത്വം, വാഴ്ത്തത്വ പ്രജയായിരിക്കുന്ന ഒരു മധ്യസ്ഥനെ അല്ല അവിടെ അയച്ചത്, സ്വർഗത്തിലെ ദൂതൻ എന്ന മധ്യസ്ഥനെ അവിടെ അയച്ചത്. സ്തോത്രം.
അപ്പൊ സ്വർഗത്തിലെ ദൂതൻ എന്ന മധ്യസ്ഥനെ അവിടെ അയക്കുമ്പോഴുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ദൂതൻ മധ്യസ്ഥനായി അവിടെ അയക്കുമെന്ന് നോക്കൂ. എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഴ്ത്തത്വം ലഭിച്ച സന്തതി വരുവോളം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും, പ്രൈസ് ദി ലോർഡ്, ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമെത്രേ, ഹല്ലേലൂയ. അപ്പോൾ ദൂതനാണ് ഒരു മധ്യസ്ഥൻ അവിടെ നിൽക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ആമേൻ. തലങ്ങൾ മാറി, വ്യത്യാസങ്ങൾ വന്നു. ആമേൻ. എന്നാൽ വചനത്തിന് മാറ്റമില്ല. വചനം എന്നും ദൈവജനത്തിന് വേണ്ടി കർത്താവ് ഒരുക്കുന്ന വചനം, അത് ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ നിനക്കു വേണ്ടി കർത്താവ് ഈ രാത്രിയിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുന്ന രാത്രിയാണ്. വാഴ്ത്തത്വമുണ്ട്, പക്ഷെ കയ്യിൽ വന്ന് ചേരുന്നില്ല. എവിടെയോ തടയപ്പെടുന്നു. ഏതൊക്കെയോ തലത്തിൽ വാഴ്ത്തത്വങ്ങൾ തടയപ്പെടുന്നു. ഇന്ന് രാത്രി വാഴ്ത്തത്വങ്ങൾ നിന്റെ കയ്യിൽ വന്ന് ചേരണം. വാഴ്ത്തത്തിന് തലമുറ ഇന്ന് രാത്രി പ്രാപിക്കണം. വാഴ്ത്തത്വം ദൈവജനത്തിനുള്ളതാ. വാഴ്ത്തത്വം ദൈവത്തിന്റെ ജനത്തിന് ഇന്ന് രാത്രിയിൽ അവകാശപ്പെട്ടതാ. വാഴ്ത്തത്വം ദൈവജനത്തിന് ഈ രാത്രി നിയോഗപ്രകാരം വിളിക്കപ്പെട്ടവർക്കുള്ളതാ വാഴ്ത്തത്വം. ആ വാഴ്ത്തത്വത്തെ തടയുന്ന ചില ശക്തികളെ ഇന്ന് രാത്രിയിൽ ലംഘനം നിമിത്തം വാഴ്ത്തത്വം തടഞ്ഞു പോകുന്നു. ന്യായപ്രമാണം ഹേതുവായി ന്യായപ്രമാണത്തിനകത്ത് നിൽക്കാൻ കഴിയാതെ, ന്യായപ്രമാണത്തിന്റെ ട്രാക്കിനകത്ത് കടക്കാൻ കഴിയാതെ മുൻപിലോട്ട് പോകുന്ന തലത്തിൽ കൂടെ നിൽക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങൾ വിടില്ല. നീ വാഴ്ത്തത്വം പ്രാപിക്കരുത്, നീ നന്മ പ്രാപിക്കരുത്. നിന്റെ ഒരു വാക്കെങ്കിലും ഒരു ദിവസം എടുത്തു വച്ച് ശത്രു വിലവേശുമ്പോൾ, ഇന്ന് രാത്രി ദൈവകുഞ്ഞെ നിനക്ക് വാഴ്ത്തത്വമുണ്ട്. നീ വാഴ്ത്തത്വം നീ പ്രാപിക്കുമെന്ന് ദൂതന്മാർക്കറിയാം. പക്ഷെ ഈ വാഴ്ത്തത്വം നീ പ്രാപിക്കരുതെന്ന് പറഞ്ഞ് ദുഷ്ടൻ വാക്കുകളെ എടുത്തു വച്ച് അമ്മാനമാടുമ്പോൾ, തട്ടിക്കളിക്കുമ്പോൾ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, നിന്നെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. പ്രസ്തുത നീ ദൈവത്തിന്റെ പൈതലായതുകൊണ്ട് വാഴ്ത്തത്വം നീ പ്രാപിച്ചു തന്നെ തീരും. പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തത്വം നീ പ്രാപിക്കും. പക്ഷേ വാഴ്ത്തത്വം പ്രാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോയിക്കേ, ആമേൻ, സ്തോത്രം. അവിടെ അതിൻ്റെ 17-ാമത്തെ അതിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 16-ാമത്തെ വാക്യം, അതിൻ്റെ 17-ാമത്തെ വാക്യവും 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഗലാത്യർ 3-ന്റെ 17, 16, 17, 18 ഒന്ന് വായിച്ചേ. അപ്പൊ വാഴ്ത്തത്തെ കുറച്ചുകൂടി ക്ലിയർ ആയി വരും. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. അവകാശം ന്യായപ്രമാണത്താൽ എങ്കിൽ വാഗ്ദത്തത്താലല്ല വരുന്നത്. അബ്രഹാമിനോ ദൈവം അതിനെ വാഗ്ദത്തം മൂലം നൽകി. അബ്രഹാമിനോ ദൈവം അത് വാഴ്ത്തത്വം മൂലം നൽകി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ന്യായപ്രമാണം കൂടെ അല്ല വരുന്നത്. ന്യായപ്രമാണത്തിലല്ല നമ്മൾ ഇപ്പൊ ജീവിക്കുന്നത്. ന്യായപ്രമാണം കഴിഞ്ഞു. ഇപ്പൊ കൃപായുഗമാണ്. എന്നാൽ ന്യായപ്രമാണം വേണം. നമ്മൾ അതിനെ അനുസരിക്കാതിരുന്നാൽ മതി, അതിന്റെ പിറകെ പോകാതിരുന്നാൽ മതി. എന്താ അങ്ങനെ പറയുന്നത്? അതൊരു ദുരുപദേശമല്ലേ എന്ന് ചോദിക്കാം, പറയാം. നിങ്ങൾ പോകുമ്പോൾ പള്ളിയിൽ ആട് കൊണ്ടുപോകാറുണ്ടോ? ആട് കൊണ്ടുപോയി അറക്കാറുണ്ടോ? നിങ്ങൾക്കും പുരോഹിതനും വേണ്ടി 2 ആട് കൊണ്ടുപോകാറുണ്ടോ? ഇല്ല. എന്താ കൊണ്ടുപോകാത്ത കാര്യം? ന്യായപ്രമാണത്തിന് കീഴിലല്ല. ആമേൻ, സ്തോത്രം. 2 പ്രാവിനെ കൊണ്ടുപോകാറുണ്ടോ? പാപത്തിനനുസരിച്ച് യാഗങ്ങൾ അർപ്പിക്കണം, യാഗപീഠം പണിയാറുണ്ടോ? ഇല്ല. ഒരേ ഒരു യാഗപീഠമേ ഉള്ളൂ, സ്വർഗത്തിലെ കർത്താവിന്റെ യാഗപീഠം. അവിടെയാണ് നമ്മൾ ആരാധിക്കാൻ പോകുന്നത്. അവിടെ കാള, ആട്, പ്രാവ് തുടങ്ങിയ ഒന്നും അവിടെ വേണ്ട. അവിടെ ഒരുത്തൻ യാഗമായി തീർന്നു. ഒറ്റേ ഒരു യാഗം,
പാപപരിഹാര യാഗമല്ല, സർവ്വജനത്തിനു വേണ്ടി ഒരു യാഗമായി സ്വർഗത്തിലെ ദൈവം തീർന്നു. അതുകൊണ്ട് ഇനി ന്യായപ്രമാണം വേണ്ട, അത് നീക്കപ്പെട്ടു. അതാണ് ഗലാത്യർ പറയുന്നത്, നിങ്ങൾ ഇനി ശിശുപാലകരല്ല, ശിശുപാലകരുടെ കീഴിലുള്ളവരല്ല. നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലല്ല. ആമേൻ. നിങ്ങൾ അറുക്കപ്പെട്ട യേശു കർത്താവിന്റെ കുഞ്ഞുങ്ങളാണ് എന്ന് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ വ്യക്തമായി വിളിച്ചു പറയുമ്പോൾ, ഇന്ന് രാത്രി ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവനെ വാഴ്ത്തത്തം മൂലം നൽകി. ആര് നൽകി? അബ്രഹാമിനോ ദൈവം അതിനെ വാഴ്ത്തത്വം മൂലം നൽകി എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന് ദൈവം തലമുറ കൊടുത്തത് വാഴ്ത്തത്വ പ്രകാരമാണ്. ആമേൻ. അബ്രഹാം വാഴ്ത്തത്വ പ്രകാരം. അന്ന് ന്യായപ്രമാണം ഉണ്ടായിരുന്നു. അബ്രഹാം ന്യായപ്രമാണത്തിലാണ് ജീവിച്ചത്. എന്നാൽ ന്യായപ്രമാണം ലഭിക്കും മുമ്പേ ഒരു തലമുറ ജീവിച്ചിരുന്നു. അതാരെന്നറിയാമോ? യോസേപ്പിന്റെ കാലഘട്ടം. അവിടെ ന്യായപ്രമാണം ഇല്ലായിരുന്നു. പക്ഷെ അവൻ ന്യായപ്രമാണത്തിലുള്ള സകല സത്യങ്ങളും അവൻ അറിയാമായിരുന്നു. ഹല്ലേലൂയ. അവൻ ന്യായപ്രമാണത്തിൽ ജനിച്ചവനല്ല, എന്നാൽ അവൻ ന്യായപ്രമാണം ലഭിക്കും മുൻപേ, വർഷങ്ങൾക്ക് മുമ്പേ അവൻ ജനിച്ചവൻ ന്യായപ്രമാണത്തിൽ ഉള്ള സകലതും അവൻ മനസ്സിലാക്കി. അതാണ് പാപത്തെ അവൻ വെറുത്തത്, പാപത്തെ മാറ്റിയത്, പാപത്തോട് അവൻ അടുക്കാത്തത്. ആമേൻ, സ്തോത്രം. അതാണ് ദർശനം കാണാൻ തുടങ്ങിയത്. ആമേൻ. ആ തലമുറ അവിടെ നിൽക്കുമ്പോ അടുത്തൊരു ജനറേഷൻ പുറത്തേക്ക് വന്നു. അബ്രഹാമിന്റെ കാലഘട്ടം വന്നു. ആ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ന്യായപ്രമാണങ്ങൾ വന്നു, യാഗപീഠങ്ങൾ വന്നു. ആമേൻ. അബ്രഹാം യാഗപീഠം പണിയാൻ തുടങ്ങി. ആമേൻ. നരബലികൾ പുറത്തു വന്നു. ആദ്യത്തെ നരബലി എന്ന് പറയുന്നത് ആമേൻ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചു. രണ്ടാമത്തെ നരബലി എന്ന് പറയുന്നത് ആമേൻ ന്യായപ്രമാണ പ്രകാരം അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിനെ യാഗമർപ്പിക്കാൻ അവിടെ ആമേൻ കയ്യും കാലും കെട്ടി ആമേൻ വാൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, അബ്രഹാമേ ബാലിന്റെ മേൽ കൈവയ്ക്കരുത്. കാരണം അന്ന് ദൈവങ്ങൾക്ക് നരബലി കൊടുത്തിരുന്നു. സ്തോത്രം. അങ്ങനെ ഒരു കാലഘട്ടത്തിനകത്ത് ഒരു ജനറേഷൻ തന്നെ അങ്ങ് മാറിക്കഴിഞ്ഞു. എന്നാൽ ആ ജനറേഷനകത്ത് നിന്ന് ഒരു ദൈവം ഒരു ജനതയെ പുറത്തെടുത്തു. ആ പുറത്തെടുത്ത ജനത ആമേൻ അബ്രഹാമിന്റെ കാലഘട്ടം മുതൽ ആമേൻ സ്തോത്രം നരബലി മാറുകയാണ്. ഗലാത്യരിലേക്ക് വരുമ്പോൾ ആ നരബലി പിന്നെയും വരുന്നു. അതാരെന്നറിയാമോ? സ്വന്തം പിതാവായിരിക്കുന്ന യഹോവയായ ദൈവം പുതിയ നിയമത്തിൽ സ്വന്തം പുത്രനായ യേശു കർത്താവിനെ അവിടെ പ്രൈസ് ദി ലോർഡ് അർപ്പിച്ചു. ഹല്ലേലൂയ. എന്ന് രാത്രി ദൈവകുഞ്ഞേ, ഇതൊന്നും നിസ്സാരമായ കാര്യങ്ങളല്ല. കാലഗതികൾ മാറും. വേദപുസ്തകത്തിലെ താളുകൾ മാറ്റപ്പെടുന്നില്ല. വ്യക്തികൾ മാറിപ്പോകും. ചരിത്ര ഏടുകൾ മാറിപ്പോകും. ആകാശം മാറിപ്പോകും. ഭൂമിക്കും മാറ്റം വരും, സമുദ്രത്തിനും മാറ്റം വരും, പ്രവാചകന്മാർക്ക് മാറ്റം വരും, പ്രവാചകിമാർക്ക് മാറ്റം വരും, സഭകൾക്ക് മാറ്റം വരും. ആമേൻ. ഡിനോമിനേഷനുകൾക്ക് മാറ്റം വരും, ദൂതുകൾക്ക് മാറ്റം വരും. എന്നാൽ മാറ്റം വരാത്ത ഒന്നുണ്ട്, ദൈവത്തിന്റെ സത്യവചനത്തിന് മാറ്റമില്ല. ഈ വചനം ഒരിക്കലും മാറത്തില്ല. മലകൾ മാറിപ്പോകും, കുന്നുകൾ അകന്നു പോകും, എന്നാലോ എന്റെ ദൈവക്ക് ഒരിക്കലും മാറ്റമില്ല. നീ കടുകുമണിയുള്ള വിശ്വാസമുണ്ടെങ്കിൽ ന്യായപ്രമാണത്തിനകത്തുനിന്ന് പുറത്തുവാ എന്ന് പറഞ്ഞൊരു ജനറേഷൻ പുറത്തു വന്നു. അവർ ദൈവത്തിനു വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് ഗോത്രപിതാക്കന്മാരെ ദൈവം പുറത്തെടുത്തു. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി നിസ്സാരമല്ല ഇത് വാഴ്ത്തത്വമാണ് കളി. വാഴ്ത്തത്വം ഇന്ന് രാത്രി നീ പ്രാപിക്കണം. വാഴ്ത്തത്വമാണ് നമ്മുടെ ലക്ഷ്യം. ആമേൻ. അവിടെ ദൂതൻ കൂട്ടിച്ചേർത്തതും ആമേൻ സ്തോത്രം മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിലേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ മധ്യസ്ഥന്റെ കയ്യിലേൽപ്പിച്ചപ്പോ പറയുന്നു, നോക്കിയേ 20-ാം വാക്യം. ആമേൻ. ഒരുത്തൻ മാത്രം എങ്കിൽ മധ്യസ്ഥൻ ആമേൻ വേണ്ടി വരികയില്ല. ദൈവമോ ഒരുത്തൻ മാത്രം. ഹല്ലേലൂയ. 20-ാം വാക്യം നോക്കിയേ. അപ്പോ എന്നാൽ മാറേണ്ടതെന്നറിയാമോ? എന്നാൽ ന്യായപ്രമാണം ദൈവവാഴ്ത്തത്വങ്ങൾക്ക് വിരോധമോ ഒരു നാളുമല്ല. സ്തോത്രം. ശ്രദ്ധിക്കണം. അല്ല എന്ന് പറഞ്ഞാൽ പഴയ നിയമം നമുക്ക് വേണം. പഴയ നിയമത്തിനകത്തും ജനം വിശ്വസിക്കണം. പഴയ നിയമത്തിൽ പിതാക്കന്മാർ ജീവിച്ചിരുന്നു. അബ്രഹാം മുതൽ നമ്മൾ പഠിക്കുമ്പോൾ, നോഹ മുതൽ പഠിക്കുമ്പോൾ, നോഹയ്ക്കപ്പുറത്തും ഒരു ലോകമുണ്ടായിരുന്നു. അതിൻ്റെ കാലഗതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇന്നേക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള കാലഗതികൾ. എന്നാൽ ഇന്ന് രാത്രി ജനം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ദൂതൻ മുഖാന്തരം വാഴ്ത്തത്തിൽ നിന്ന് കിട്ടുന്ന നന്മകൾ കിട്ടുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കാൻ, ദൈവം ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ, ഇതാണ് ദൈവം പറയാൻ, ചൂണ്ടിക്കാണിക്കാൻ ദൈവമില്ലാതിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവം പറഞ്ഞു, ഞാനല്ലാതെ
വേറൊരു ദൈവം ഈ ഭൂമിയിൽ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് താഴെ സമുദ്രത്തിലെങ്കിലും സമുദ്രത്തിന് താഴെ പാതാളത്തിലെങ്കിലും ഉള്ള ഒന്നിനെ സേവിക്കരുതെന്ന് പറഞ്ഞത് ആമേൻ ദൈവ മക്കൾക്കുള്ള ഒരു ആലോചനയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവകുഞ്ഞെ ഇത് ആമേൻ സ്തോത്രം, ദൈവം വച്ചിരിക്കുന്ന വാഴ്ത്തത്വം അതിന്ന് രാത്രി ചിലർ പ്രാപിക്കാൻ പോകുകയാണ്. ആമേൻ. ആമേൻ. മുടങ്ങിക്കിടക്കുന്ന വാഴ്ത്തത്വങ്ങൾ ദൂതൻ മുഖാന്തരം നീ പ്രാപിച്ചെടുക്കണം. പ്രൈസ് ദി ലോർഡ്. അതിന് ന്യായപ്രമാണം ഒരു നാളുമില്ല. അല്ല, പ്രൈസ് ദി ലോർഡ്, അത് ന്യായപ്രമാണം ഒരു നാളുമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, എങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി ആമേൻ നീതിക്ക് അധികാരമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു അധികാരമായിരിക്കുക. പക്ഷേ എങ്കിലും 22 എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഴ്ത്തത്വം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടത് തിരുവെഴുത്ത് എല്ലാറ്റിലും, പ്രൈസ് ദി ലോർഡ്, എല്ലാറ്റിലെയും ആമേൻ. നോക്കൂ, തിരുവെഴുത്തെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഇന്ന് രാത്രി ചില കുടുംബത്തിലേക്ക് ഇറങ്ങി വന്നാൽ ഞാൻ നിന്റെ ഉപനിധി, ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞ് കർത്താവ് ഇറങ്ങി വന്നാലേ ആമേൻ ദൈവമൈതലേ എത്ര അടിച്ചമർത്തിയാലും ദൈവമക്കൾ പിന്നെ എണീറ്റ് നിൽക്കും. പൂച്ച എടുത്തെറിഞ്ഞ 4 കാലിൽ നിൽക്കുന്നത് പറഞ്ഞ പോലെ ആമേൻ ദൈവഭക്തന്മാരൊക്കെ എടുത്ത് ദൈവമക്കളെടുത്ത് എവിടെ എറിഞ്ഞാലും അവർ പിന്നെ 4 കാലിൽ നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെന്നല്ലേ വചനം പറഞ്ഞത്. ആമേൻ സ്തോത്രം. നീതിമാന്മാർ 7 പ്രാവശ്യം വീണ നിലംപരിചയാകത്തില്ല. കാരണം അതിനകത്തൊരിക്കുന്ന ആത്മീക നന്മകളും ആത്മീക ആമേൻ സ്തോത്രം തേജസ്സുകളും നോക്കിയാൽ അത് അത്ഭുതമാണ് ദൈവമൈതലേ. ഇന്ന് രാത്രിയിൽ ദൈവമൈതലേ നമുക്ക് നേരെ മടങ്ങി വരുമ്പോൾ നമ്മൾ വായിക്കുന്ന ഒരു വാക്യം കൂടെ ഒരു അധ്യായം കൂടെ വായിക്കുമ്പോൾ ആ ഭാഗം തീരുകയാണ്. അപ്പോസ്തലപ്രവൃത്തി 7-ാമത്തെ അധ്യായം അതിൻ്റെ 53-ാമത്തെ വാക്യം വായിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-ാമത്തെ അധ്യായം അതിൻ്റെ 53-ാമത്തെ വാക്യം 7:53 ഒന്ന് വായിച്ചേ. 7:53. അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകന്മാരും ആയിത്തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ന്യായപ്രമാണം പ്രാപിച്ചാൽ മാത്രം പോരാ. ഹല്ലേലൂയ. നിങ്ങൾ എന്ത് ചെയ്യണം? പ്രമാണിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അവന് ഞങ്ങൾ ഇപ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഇപ്പോൾ തന്നെ, ആമേൻ. അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ അടുത്ത് പറയുന്നതാണ് കൊലപാതകരും ആമേൻ ആയിത്തീർന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ ആമേൻ നിയോഗങ്ങൾക്കായി, പ്രൈസ് ദി ലോർഡ്, ന്യായപ്രമാണം പ്രാപിച്ചു എങ്കിലും അത് പ്രമാണിച്ചില്ല. സ്തോത്രം. പലപ്പോഴും പ്രമാണിക്കാതിരിക്കുക ന്യായപ്രമാണം. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ അപ്പോസ്തലനായ പൗലോസ് ആമേൻ കൊടുത്തിരിക്കുന്ന ദൂതെന്ന് പറഞ്ഞാൽ ഒറ്റ ദൂതാണ്. അതിനകത്ത് 52-ാമത്തെ വാക്യം 53-ാമത്തെ വാക്യം ആമേൻ 51-ാമത്തെ വാക്യം നിങ്ങൾ പിന്നെ വായിച്ചോളണം. അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ 49-ാമത്തെ വാക്യം ആമേൻ 47, 48 ആമേൻ 45, 44 ആമേൻ നിങ്ങൾ ഈ വാക്യങ്ങളെല്ലാം വായിച്ചോളണം. ആമേൻ സ്തോത്രം.